പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈ നിമിഷം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിത്യതയിലേക്ക് നമ്മെ ആനയിക്കുവാൻ ഈ നോമ്പുകാലത്ത് ക്രൂശിതൻ്റെ പാതയിലൂടെ കടന്ന് ആ നിത്യമായ ആനന്ദത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ, നിത്യതയുടെ ലോകത്ത് എന്നേക്കുമായി നമ്മൾ ദൈവീക സാന്നിധ്യത്തിലാകുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് തൻ്റേതാക്കി മാറ്റുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് കരങ്ങളുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ധനവാന്റെയും ലാസറിൻ്റെയും കഥ. ഈ ബൈബിൾ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ലാസറിനെ പോലെയുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്, അതോ ധനവാനെ പോലെയുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത് എന്ന് കുറച്ച് സമയം നമുക്ക് ധ്യാനിക്കാം. എങ്ങനെയാണ് ധനവാൻ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശ്രദ്ധ മുഴുവനും തന്നെ എപ്രകാരമാണ് അലങ്കരിക്കേണ്ടത് എന്നതിലായിരുന്നു. എങ്ങനെയുള്ള വഴികളിലൂടെയാണ് താൻ ജീവിതത്തിൽ കൂടുതൽ ആകർഷണതയുള്ള ഒരു ജീവിതം കൈവരിക്കുവാനായിട്ട് സാധിക്കുക എന്നതിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് മൃദുവായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ എപ്രകാരം അലങ്കരിക്കുവാൻ സാധിക്കുമെന്ന് അവൻ ചിന്തിച്ചു. സുവിശേഷത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, തന്നെ പരിപോഷിപ്പിക്കുവാൻ അവൻ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു എന്നതാണ്. തനിക്ക് കുറവുകളൊന്നും വരാതെ ഈ ലോകത്തിൽ തൻ്റെ ജീവിതം ആനന്ദിച്ച് ആഹ്ലാദിച്ച് അതൊരാഘോഷമാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ധനവാൻ. എന്നാൽ ലാസറിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം, പരിത്യാഗത്തിൻ്റെയും പട്ടിണിയുടെയും ഒരു ജീവിതമായിരുന്നു ലാസറിൻ്റേത്. അവൻ്റെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു, വ്രണങ്ങളായിരുന്നു. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനായിരുന്നു ലാസർ. സുവിശേഷം പറയുകയാണ് ധനവാൻ മരണം വരെ ധനവാനായിരുന്നു, ലാസറും മരണം വരെ ദരിദ്രനായിരുന്നു എന്ന്. മരണം വരെ ധനവാനായിരുന്ന മനുഷ്യൻ മരിച്ചപ്പോൾ സുവിശേഷം പറയുകയാണ് അവൻ അടക്കപ്പെട്ടു എന്ന്. നിത്യതയിൽ അവൻ ദരിദ്രനായി മാറി എന്ന് സുവിശേഷ ഭാഗത്ത് നാം കാണുകയാണ്. നിത്യതയിൽ അഗ്നിയിൽ കിടക്കുന്നവനായി മാറുന്നു. നിത്യതയിൽ ഒരു തുള്ളി വെള്ളത്തിനായി കേഴുന്നവൻ്റെ രോദനം സുവിശേഷത്തിൽ നാം കാണുകയാണ്. ഇതേ സുവിശേഷം തന്നെ ലാസറിനെ പറ്റി പറയുന്നുണ്ട്. ലാസർ മരിച്ചു, മലാഖമാർ അവനെ സ്വർഗത്തിലേക്ക് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിച്ചു എന്നാണ് സുവിശേഷം പറയുക. അവിടെ സ്വർഗരാജ്യത്ത് നിത്യതയുടെ ലോകത്ത് അവന് വലിയ സന്തോഷമുണ്ടായി, സംതൃപ്തിയുണ്ടായി. അവൻ ആ നിത്യതയുടെ ആനന്ദത്തിലായിരുന്നു എന്ന്.
പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഒരു ലാസറായിട്ട് ജീവിച്ച് മരിച്ചവനായിരുന്നു ക്രിസ്തു. അവൻ്റെ പീഡാനുഭവങ്ങളെ പറ്റിയാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ നേരിട്ടതെല്ലാം കുരിശുകളായിരുന്നു. അവന് വേദനയുടെ, മുറിവുകളുടെ ജീവിതമായിരുന്നു. അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി അന്യായമായി അവൻ കുരിശിലേറ്റപ്പെട്ടു. യാതനകളും അവഗണനകളും കുരിശോളം സഹിച്ചവൻ മരിച്ചപ്പോൾ പാതാളത്തോളം എത്തിയെങ്കിലും 3-ാം ദിവസം അവൻ ഉത്ഥിതനായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായിട്ട് ക്രിസ്തു മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ലാസർ കടന്നുപോയ ഒരു വഴിയുണ്ട്. യാതനയുടെ, വേദനയുടെ, കുരിശുകളുടെ ഒരു ലോകം. അതേ ലോകത്തിലൂടെയാണ് ക്രിസ്തുനാഥനും കടന്നുപോയത്. പരിഹാസത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അവഗണനയുടെയും വിമർശനത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും കുരിശിലേറ്റപ്പെടുന്നതിൻ്റെയുമായ ആ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മളും ഈ നോമ്പ് കാലത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നത് ത്യാഗത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ്. സഹനത്തിൻ്റെ ജീവിതം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിതനെ അനുധാപനം ചെയ്യുവാനായിട്ടാണ്. വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധിയുടെ ഒരു ജീവിതം ഏറ്റെടുക്കുവാനാണ്. തീർച്ചയായിട്ടും അത് ഇടുങ്ങിയ ഒരു വഴിയിലൂടെ മാത്രമാണ് നമുക്ക് കൈവരുക. ഉപവാസത്തിൻ്റെയും തപസ്സിൻ്റെയും ഈ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കുരിശിൻ്റെയും വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ലാസറിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നൊരു സത്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതിഫലം നിത്യജീവന്റെ കവാടങ്ങൾ നമുക്കായിട്ട് തുറക്കപ്പെടുന്നു എന്നതാണ്. നിത്യരക്ഷയുടെ സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ട് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുകയാണ് എന്ന സത്യം ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, നാം സുഖലോലുപതയുടെ ഒരു ലോകത്തിലൂടെയാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ ഈ ലോകത്തോട് അനുരൂപരാകുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ആഘോഷങ്ങളും ആനന്ദ തിമിർപ്പുകളുമെല്ലാം നമ്മെ തീരാത്ത നിത്യജീവന്റെ ലോകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന അപൂർണതയുടെ ഒരു ലോകത്തിലേക്കായിരിക്കും നയിക്കപ്പെടുക. നിത്യമായി നമ്മൾ ദൈവീക സാന്നിധ്യത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ആ അകന്നു നിൽപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ നിത്യാഗ്നിയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യാത്മാവിൻ്റെ വേദന. പ്രിയമുള്ളവരെ, ലാസറിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും കുറവുകളുമെല്ലാം നാം ഏറ്റെടുക്കുമ്പോൾ, ക്രൂശിതനെ നമ്മുടെ ജീവിതത്തിൽ നാം അനുധാവനം ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. കുരിശിൻ്റെ വഴിയെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഓപ്ഷൻസ് ഒന്നുമില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ: വിജയിക്കുക, ഉത്ഥാനം ചെയ്യുക എന്ന ആ ഓപ്ഷൻ. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിനായി, നിത്യരക്ഷയ്ക്കായിട്ട് കുരിശിൻ്റെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശായിരിക്കും നമ്മെ രക്ഷിക്കുന്നത്, നമ്മെ വഴി നടത്തുന്നത്. കുരിശിൻ്റെ വഴിയെ നമ്മൾ പോകുമ്പോൾ മരണത്തെ പോലും അതിജീവിച്ചവൻ അവൻ്റെ കരങ്ങൾ പിടിച്ച് നമ്മെ നിത്യതയുടെ ലോകത്തിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായ ആ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിത്യകവാടങ്ങൾ ലാസറിന് കിട്ടിയതുപോലെ നമുക്കായിട്ട് തുറക്കപ്പെടും. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്നേക്കുമായി ആ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമർപ്പണത്തിൻ്റെതായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ കടന്നു പോകുമ്പോൾ
കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിത്യതയുടെ കവാടങ്ങൾ നിനക്കായിട്ട് തുറക്കപ്പെടണമെങ്കിൽ, നീ നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന്. ഇതിൽ വിജയിച്ചവനാണ് ലാസർ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നോമ്പിൻ്റെ ധ്യാനാത്മകമായ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ക്രൂശിതനോടൊപ്പമായിരിക്കുവാനായിട്ട് ശ്രമിക്കാം. അവൻ കടന്നുപോയ വേദനയുടെ യാതനയുടെ വഴികൾ നമ്മെ വിശുദ്ധീകരിക്കട്ടെ. അവൻ്റെ വിശുദ്ധ കുരിശാൽ നമ്മൾ മുദ്രിതരായിട്ട് മാറട്ടെ. ഈ കരുണയുടെ തിരുമണിക്കൂറിലെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, അവൻ്റെ സ്നേഹത്തിനായിട്ട്, അവൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ഈ നിമിഷം ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് കർത്താവിന് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണയോടെ അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾ സൗഖ്യപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, സ്നേഹം അവിടുത്തെ തിരുഹൃദയത്തോട് നമ്മെ ചേർത്ത് വയ്ക്കുന്നു എന്ന ആ വലിയ അനുഗ്രഹത്തിൻ്റെ പാതയെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം ഏറ്റെടുക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.